ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് മുട്ട കൊണ്ടുള്ള മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് മന്തി ഉണ്ടാക്കാൻ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വേണ്ട, വീട്ടിലെല്ലാം ഇപ്പോൾ ഉണ്ടാകുന്ന മുട്ട മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നോമ്പെല്ലാം വരുന്നല്ലോ, ഓരോ ദിവസം ഓരോരോ റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ചിക്കനോ മട്ടനോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. നമുക്ക് കുറേ ഇങ്ങനെ ഉള്ളി മുറിച്ചിടൊന്നും ചെയ്യണ്ടല്ലോ മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മന്തി റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കുതിർത്തെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സെല്ല റൈസ് ആണെങ്കിൽ അതെടുത്താലും മതി. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം ഒരു 3/4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കട്ടോ. കുതിർത്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ഈ ബസ്മതി റൈസ് കഴുകിയെടുക്കാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 3/4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഞാൻ ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഉപ്പും നെയ്യും ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയില്ല അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാൻ കേട്ടോ. അധികം അങ്ങ് വെന്ത് പോകണ്ട, ഒരു 90% ഇങ്ങനെ വെന്ത് കിട്ടിയാൽ മതി. ഇതാ ഞാൻ അരി ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി മന്തീൻ്റെ മസാല ഉണ്ടാക്കിയിട്ടെടുക്കാൻ ഞാനിവിടെ 2 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും പിന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 4 ഏലക്കായ, 8 ഗ്രാമ്പു, പിന്നെ 3 പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം, പിന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടാൻ പാടില്ലേ. പിന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ മന്തി മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു പിടി മല്ലി പുതിനയും എടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട്. പിന്നെ 2 ക്യൂബ് മാഗി ക്യൂബും കൂടി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ മന്തി മസാല യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ കുറച്ച് നിങ്ങളുടെ അളവിൽ മന്തി മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ മന്തി മസാലയൊന്നും ഇടുന്നില്ല. പിന്നെ മല്ലിപ്പൊടി ഇടുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാനൊരു ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു ക്യാപ്സിക്കം പിന്നെ ആ ഒരു മാഗി ക്യൂബൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് അടച്ച് വെക്കുക. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ക്യാപ്സിക്കം അല്ലേ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചിട്ടെടുക്കാൻ. പിന്നെ ഇതിലേക്ക് മണിക്കുരുമുളക് ആഡ് ചെയ്യാൻ മറന്നതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാൻ. പൊടി മുമ്പ് നമ്മൾ ചേർത്തതാണ്. രണ്ടും വേണം, പൊടിയും വേണം പൊടിയല്ലാത്ത കുരുമുളകും വേണം. പിന്നെ ജീരകം, ചെറിയ ജീരകമാണ് എടുക്കേണ്ടത്. അതൊക്കെ നന്നായിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഒന്നും കൂടി അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി മുട്ട വേവിച്ചത് പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ. അപ്പം ആ ഒരു മുട്ടേൻ്റെ അകത്ത് ഒരു മസാലയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു മുട്ടയും മസാലയൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ വേവിച്ചിട്ടെടുക്കാൻ കേട്ടോ. അധികം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മുട്ട ഹാർഡായിപ്പോവും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം വേവിച്ചിട്ടെടുക്കാൻ. അല്ലെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആ ഒരു ക്യാപ്സിക്കൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു ഓയിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ വേറെ അങ്ങനെ ആ ഒരു മസാല വേറെ ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്മിലാക്കിയിട്ട് വെക്കാൻ. എന്നിട്ട് മുട്ട നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാ മുട്ടയും മസാലയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ലാസ്റ്റായിട്ട് ആ ഒരു മസാല കുറച്ചൊന്ന് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള ആ ഒരു ഓയിലില്ലേ അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മന്തി റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാൻ നമ്മൾ വേവിച്ചിട്ടുള്ള അരിയില്ല അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, അരി നന്നായിട്ട് വിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ മുഴുവനായിട്ടും 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലില്ല, അതുകൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനേ. ഇനി നമ്മൾ മസാലയിൽ നിന്ന് മാറ്റിയിട്ടുള്ള മുട്ടയില്ല, അതുകൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാൻ ഞാനിങ്ങനെ ഒരേപോലെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മന്തിക്ക് സാധാ മന്തിയിലെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ പച്ചമുളകും കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് പുകച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ചാർക്കോളൊന്നും ഇടുന്നില്ല. ഇനി സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ആവി കയറ്റിയെടുക്കണം. നന്നായിട്ട് ചൂട് ആ ഒരു മൂടിയിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. റൈസ് മിക്സ് ചെയ്യുമ്പോൾ മുട്ട പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ സിമ്മിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അധികം അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല മസാലയൊന്നും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലപ്പം ചിക്കനും മട്ടനും ബീഫും കൊണ്ടല്ലേ മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് എന്തായാലും മുട്ട വെച്ചിട്ടൊന്ന് മന്തി ഉണ്ടാക്കി നോക്കാൻ. നല്ല മന്തി ടൊമാറ്റോ ചട്നിയും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.